ശ്രീ ഹാഷിം അരിയിൽ ഇവിടെ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, ഈ മകൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയായിരുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് ശശിധരൻ കർത്തയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണം നൽകൽ കൂടിയായിരുന്നു എന്ന് അതിനൊപ്പം ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ലല്ലോ, നേരത്തെ അദ്ദേഹം പറഞ്ഞതാണല്ലോ, ടൂറിസം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് എന്ന് ഉള്ള പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ഈ മകളുടെ ഭർത്താവ് എന്നുകൂടി നമ്മൾ മറന്നുകൂടാ. ശ്രീ ഹാഷിം അരി. ഒന്ന് ഹരിദാസ് സാറിന്റെ ആവേശം വളരെ ഉഷാറായിട്ട് ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹം ഗുരുവായൂരിന്ന് വരുമ്പോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോകുന്ന ലാളിത്യം അങ്ങ് വിവരിക്കുന്നു. അദ്ദേഹം ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ടി വിയിൽ ഒരു വാർത്ത കാണുകയായിരുന്നു. ആ വാർത്ത മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ റാലിയാണ് മുഖ്യമന്ത്രിക്കെതിരെ. വി ഡി സതീശൻ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ മഹിളാ സംഘടന, ആ സംഘടന ജലി മേത്തർ എന്ന് പറയുന്ന MP ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ച് ആ അദ്ദേഹത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനം, അത് അദ്ദേഹം ഒന്ന് വാർത്ത ഒന്നുകൂടെ ചാനലുകളിൽ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന സമയത്തൊന്ന് നോക്കിയാൽ അത് കാണാൻ കഴിയുമെന്നാണ് ആമുഖമായിട്ട് ഒന്ന് എനിക്ക് ഈ ടൈമിന് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ കേസിൽ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? കേസിൽ വെറും 2.8 പ്രശ്നമാണോ ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഈ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് 182 കോടിയുടെ ചർച്ച നടക്കണം. പറയട്ടെ, ഇടയ്ക്ക് വാരി കോരിട്ടിളക്ക നിങ്ങളുമായി ചർച്ച നടക്കണം. ഞാൻ ഒരാള് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ പറ്റല്ലോ, ഞാൻ ഒരക്ഷരം ഉണ്ടെന്ന് ഈ മഹിളാ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിനെതിരെ പ്രകടനം നടത്തി. മഹിളാ കോൺഗ്രസിന്റെ അത് നിങ്ങൾ അത് ടി വി നോക്കുമ്പോൾ നേരെ നോക്കണം ആശയം. അത് നടത്തിയത് തിരുവനന്തപുരത്ത് അതിലേക്ക് വരാം. അദ്ദേഹം പറയട്ടെ. ആ വാർത്തയെല്ലാം നിങ്ങൾ പറയുന്നത് നീ സൃഷ്ടിച്ചതാണെന്നോ പറയുന്നത്? പറഞ്ഞോളൂ. ആ വാർത്ത കടമാണെന്ന് ഹരിയുടെ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞോളൂ. അത് ആ സമയത്ത് പറഞ്ഞവര് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വം വി ഡി സതീശന്റെ അഹങ്കാരം നിർത്തണമെന്നും മഹിളകളെ പരിഗണിക്കണമെന്നും പറഞ്ഞിട്ട് അവർക്ക് പൊതുവേദിയിലേക്ക് പ്രകടനം നടത്തേണ്ടെന്ന് ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് വാർത്തകൾ സൃഷ്ടിക്കുന്ന അറിയാതെങ്കിലും ഈ ഒരു ചർച്ചയിൽ ഹാക്സാറിന്റെ വായിന്നൊന്ന് വീണു. അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കഴിഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. PK ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന വയോധികയായ മുൻ മന്ത്രിയുടെ പേരിലുള്ള ആക്ഷേപം, അവരവരുടെ ഭർത്താവിന്റെ പെൻഷൻ വാങ്ങുന്നു എന്ന് കള്ള വാർത്തകൾ കൊടുത്തത് കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഈ ധാർമ്മികത പരസ്പരം അങ്ങ് കാഫി ഷോട്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. കാഫി ഷോട്ടിന്റെ പ്രശ്നം ഉണ്ടായത് ഇതേ കേരളത്തിൽ തന്നെയല്ലേ? കാഫി ഷോട്ടിന്റെ പ്രശ്നം അന്വേഷണത്തിന് ആരും എതിർ തടസ്സം നിൽക്കുന്നില്ല. അന്വേഷണം പൂർത്തിയാവട്ടെ. അന്വേഷണം പൂർത്തിയാവട്ടെ എന്ന് പറയുന്ന പണക്കാരന്റെ ഹുങ്കിൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഹാഷിമരിയിൽ വിഷയത്തിലേക്ക് വരൂ. ഈ സംസ്ഥാനത്ത് മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്, അറിയാം. ഓരോ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയത്തിലേക്ക് വരും. കൊടകര കള്ളപ്പണക്കുണ്ട്. പാർട്ടി ഓഫീസിൽ 25 കോടി കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ നിങ്ങൾ മറ്റു വിഷയങ്ങളാണല്ലോ പറയുന്നത്. ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി നല്ലല്ലോ ഉത്തരം. ശ്രീ ഹാഷിം അരിയിൽ പറയുമ്പോ അതെല്ലാം പ്രശ്നമാണെന്നേ. ഇത് 1.5 മണിക്കൂർ കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുമോ? പരാതി കൊടുക്കാൻ പോകും. ഞങ്ങൾ പറഞ്ഞത് EVM ഹാക്ക് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വനി പറയുന്നത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹാഷിം അരിയിൽ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇഡിയുടെ കൃത്യമായി ശശിധരൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച വെച്ചിട്ടുള്ളത്. അങ്ങ് ഈ ചർച്ചയിൽ നിന്ന് വഴിതിരിഞ്ഞു പോവുകയാണ്. ആ വിഷയത്തിലേക്ക് വരൂ. ആ വിഷയത്തിൽ തന്നെ കർത്ത പറയുന്നത് ഈ കർത്ത പറഞ്ഞു എന്ന് ED പറഞ്ഞത് നിങ്ങൾ പറയുന്ന ഈ കർത്ത പറഞ്ഞു എന്ന് ED നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന നിങ്ങളുടെ വിഷയം. ഈ വിഷയത്തിൽ എത്രയോ ഡയറി കുറിപ്പുകൾ ആർക്കൊക്കെയോ ബാക്കി ഈ 2.8 കഴിഞ്ഞിട്ടുള്ള ബാക്കി പണം എവിടേക്ക് പോയി അതിനെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ച് ഒരക്ഷരം ED റിപ്പോർട്ടിൽ ഇന്നേ വരെ വന്നില്ല. ഒന്ന്. രണ്ടാമത് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത്
കൈക്കൂലി കൊടുത്ത് ധാതു ഖനനത്തിന് അവിഹിതമായിട്ട് വല്ലതും നടത്തിയെന്നാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് പരാതിയാണ് ഉള്ളത്? എന്ത് ധാതു ഖനനങ്ങളുടെ ഭാഗമായിട്ട് അവിഹിതമായിട്ട് അവിടെ നിന്ന് എന്ത് കടത്തിക്കൊണ്ടുപോയി, എങ്ങനെ കടത്തിക്കൊണ്ടുപോയി, അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു എവിഡൻസോ അല്ലെങ്കിൽ പരാതിയോ ഇന്നേ വരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. വ്യക്തിപരമായിട്ട് സഖാവ് പിണറായി വിജയന്റെ പേര് പറയുക, അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണെന്ന് നിങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിഹത്യകൾ, അതൊരു പൊതുസമൂഹത്തിന് യോജിച്ച മാന്യതയുള്ള വർത്തമാനമല്ല. ഞാൻ എന്റെ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ പ്രയോഗിച്ച എന്റെ കോ പാനലിസ്റ്റ് അവതാരകനും ഉൾപ്പെടെയുള്ള പ്രയോഗിച്ച അൺപാർലറി ആയിട്ടുള്ള ഒരുപാട് സംസാരങ്ങളുണ്ട്. ഞാൻ ആ വഴിക്കൊന്നും പോകുന്ന ആളല്ല, ഞാൻ അതൊക്കെ ആ വഴിക്ക് വരുന്നില്ല. പിന്നെ ജി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇഡി പറഞ്ഞാൽ അതൊക്കെ സുവ്യക്തമാണ്. ഞാൻ കോടതിയിൽ 2 പ്രാവശ്യം പറഞ്ഞു, കോടതിയിൽ എനിക്ക് ആവശ്യമില്ല. ഇന്ത്യയിലെ കോടതി ഏത് വിധത്തിലാണ് ആ വിധി അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. അത് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, കോടതി വിധി ചിലപ്പോൾ നമ്മുടെ ന്യായത്തിനെതിരായിരിക്കാം, നമ്മുടെ ചിന്തക്കെതിരാണ്. പക്ഷെ കോടതി വിധിച്ചാൽ അത് ശരിയാക്കണം, അത് അംഗീകരിക്കണം. അതിനപ്പുറം മേൽക്കോടതിക്ക് പോകാനുള്ള അവസരമുണ്ട്. ഹൈക്കോടതി വിധിച്ചാൽ മേൽക്കോടതിക്ക് പോകാനുള്ള അവസരം എന്നതും ഇന്ത്യയുടെ ഒരു പൗരനവകാശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജി വി ഹരി പറയുന്നതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധി കുറ്റക്കാരനെന്നാണ് ഇപ്പൊ ജി വി ഹരി പറയുന്നത്. കാരണം അവരെതിരെ കേസ് എടുത്തിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ കുറ്റക്കാരനാണെന്നാണ് ജി വി ഹരി പറയുന്നത്. അവർക്കെതിരെ കേസെടുത്ത് അവർക്ക് കുറ്റകൃത്യങ്ങൾ ചാർത്തപ്പെട്ടിട്ടുണ്ട്. ചിദംബരം കുറ്റവാളിയാണെന്ന് പറയുന്നത് അദ്ദേഹത്തെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DK ശിവകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കുറ്റവാളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, കുറ്റകൃത്യം ചാർത്താനും ജയിലിലടക്കാനും നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാനും ഭരണത്തിന് സാധിക്കും. അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിന്റെ കള്ളക്കേസിൽ കുടിയിട്ടിട്ട് മാസങ്ങളോളം ഇട്ടു നിങ്ങൾ ഡൽഹിയിൽ അധികാരം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്ത ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ജി വി ഹരിയെ പോലെയുള്ള ആളുകൾ BJP-ക്കൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നത്. അവർക്ക് കേരളത്തിൽ വന്നാൽ ഇഡി പരിശോധന, രാജ്യത്തുള്ള ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണം വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്ത് പറയാനാണ്? അവിടെ രാഹുലിനെതിരെ കേസെടുത്തു, സോണിയക്കെതിരെ കേസെടുത്തു, അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തു. പിന്നെ കേസെടുത്ത് അന്വേഷിക്കാനല്ലേ ഇഡി? പരാതി വന്നാൽ അന്വേഷിക്കുക, തെളിവുകളുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക. അതൊക്കെ രാഷ്ട്രീയപരമായ വിരോധമാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു ഏജൻസിയും പാടില്ലല്ലോ. ഈ രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് ഇവിടെ 10 വർഷം LDF സർക്കാർ ഭരിച്ചപ്പോൾ കോൺഗ്രസിനും BJP-ക്കും എടുത്ത കേസുകളൊക്കെ രാഷ്ട്രീയപരമാണ്. കേരള പോലീസിന് വിശ്വാസമില്ലെന്ന് ഇവിടെ ഒരു നേതാവും പറഞ്ഞില്ലല്ലോ, ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞില്ലല്ലോ, ഒരു BJP നേതാവും പറഞ്ഞില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ED വിശ്വാസപരമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങൾ ഒരു കാലത്തും കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും ഇത്ര വർഷമായിട്ടും ED ആയാലും CBI ആയാലും കേന്ദ്രത്തിൻ്റെ എല്ലാ ഏജൻസിയും രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് എന്ന് എല്ലാ കാലത്തും നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം നിങ്ങൾ ഭരണത്തിൽ വരാത്തത് കൊണ്ടാണ്. കേരള പോലീസിന് എന്താണ് കുഴപ്പമെന്ന് 10 വർഷമാണ് നിങ്ങൾ ചോദിച്ചത്. ഇനിയുള്ള 5 വർഷം കേരള പോലീസിന് എന്താണ് കുഴപ്പമെന്ന് ഹാഷിം അലിയിൽ ചോദിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചോദിക്കാൻ വഴിയില്ല. കാരണം എല്ലാ കാലത്തും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ നിങ്ങൾ പറയും രാഷ്ട്രീയപരമായി നേരിടുക ആണ് എന്നുള്ള മറുപടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായ രേഖകൾ വെച്ചിട്ട് അതിൽ തെളിവില്ല, ഇനിയും പുരോഗമിക്കുമ്പോൾ അത് ഞങ്ങൾ മറ്റ് തെളിവുകൾ ഹാജരാക്കുമെന്നൊന്നും പറയാതെ അടച്ചാക്ഷേപിക്കുകയാണ്. ED രാഷ്ട്രീയ വിരോധം കൊണ്ട് എഴുതിയുണ്ടാക്കിയ കള്ളക്കഥ എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ളത്? അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് മറ്റൊരു അന്വേഷണത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനെ കുറിച്ച് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിന്റെ വീണയെ വിളിച്ച സന്ദർഭത്തിൽ അവർ ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്, വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് താല്പര്യമുള്ള മീഡിയാസിനെ വിളിച്ചുകൊണ്ട് അവർ പത്രക്കുറിപ്പ് നൽകുകയും ഇതാണ് നടക്കുന്നത് എന്ന് വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഇന്ത്യയുടെ മണ്ണിൽ അനുവദനീയമാണ്. ഒരാൾ കുറ്റവാളിയാണെന്ന് വിധിക്കാനുള്ള അവകാശം ഇഡിക്കില്ല. ഇഡിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, കുറ്റവാളിയാണെന്ന് പറഞ്ഞില്ലല്ലോ, പേപ്പർ സമർപ്പിക്കേണ്ടത്. പറഞ്ഞിട്ടില്ല. ശശിധരൻ നൽകിയ മൊഴിയുടെ പകർപ്പാണ് വന്നത്. പിണറായി രാജിവെക്കണം നിങ്ങൾ പറഞ്ഞല്ലോ. പിണറായിക്കെതിരെ ആക്ഷേപം വന്ന ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. അത് ധാർമ്മികത, നിങ്ങൾ അത് തെറ്റാണ്. കുറ്റവാളിയല്ലെന്ന് പറയാ, എന്നിട്ട് അയാൾ രാജിവെക്കണമെന്ന് മറ്റൊരു വാക്കിൽ പറയാ. ഒരേ അർത്ഥത്തിൽ ഒരു നാവ് കൊണ്ട് 2 വർത്തമാനം, ഒരേ നാവ് കൊണ്ട് 2 അർത്ഥത്തിൽ പറയുന്ന നിങ്ങളാണല്ലോ. കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ?
ഈ രാജ്യത്തെ ഏതെങ്കിലും കോടതി പറഞ്ഞോ മന്ത്രി രാജിവെക്കണമെന്ന്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കോടതി പറഞ്ഞാൽ മാത്രമേ അത് അംഗീകരിക്കുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചല്ലോ. ആര് പറഞ്ഞിട്ടാണ്? കോടതിയൊന്നും പറഞ്ഞിട്ടില്ല. ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ പിണറായി വിജയൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. സമയക്കുറവ് കൊണ്ട് ഡോക്ടർ ജി വി ഹരിയിലേക്ക് പോവുകയാണ്. ഹരി, മറുപടി. ഏകപക്ഷീയമായ ഭരണത്തിന്റെ ഏകാധിപത്യത്തിനെ ജനങ്ങൾ പിടിച്ചു വലിച്ചു. ഏകാധിപത്യം 10 വർഷം കണ്ടു, ജനങ്ങൾ അതിന് മറുപടിയും നൽകി. ഏകാധിപത്യം അല്ലാത്ത ഒരു ഭരണമാണോ എന്നുള്ള ഇനി ഒരു 5 വർഷം നോക്കുമ്പോൾ അറിയാം. ഡോക്ടർ ജി വി ഹരി, അതിന്റെ ഭയത്തില് അതിനെ മറച്ചു വെക്കാനുള്ള ചില ചർച്ചകളും പൊടിക്കൈകളും. ഒരു പൊടിക്കൈയുമല്ല, ഒരു പൊടിക്കൈയും കഥയുമല്ല, കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ദേശാഭിമാനി മാത്രമായിരിക്കും വായിച്ചത്, ബാക്കി പത്രങ്ങൾ വായിച്ചു നോക്കൂ, മറ്റ് ചാനലുകൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ അറിയാം എന്താണ് സംഭവം എന്ന്. ഓക്കെ, ശ്രീ വിനോദ്, ഇതിനകത്ത് ആഷിം അരിയലിനെ അടിയന്തരമായി CPM-ൻ്റെ ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ഘോരം CPM പോലും ഇപ്പോൾ ഈ കേസ് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. കൃത്യമായി CPM-ൻ്റെ നേതാക്കന്മാർക്ക് ഒരു ചിത്രം കിട്ടിയിട്ടും ആഷിം അരിയലിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആഷിം അരിയൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ജബീ മേത്തറുമായി ബന്ധപ്പെട്ട് ഒരു സമരം മുഖ്യമന്ത്രിക്കെതിരെ നടന്നു. സമരമല്ല, അതിനകത്ത് ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവനയാണെങ്കിൽ ഞാനത് സമ്മതിക്കാം. അത്തരത്തിലുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രസ്താവന മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല, നേരത്തെ പറഞ്ഞതുപോലെ KSUവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ ആണ്. അത് പാർട്ടിയുടെ ഇൻറ്റേണൽ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് അവർക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യപരമായ പാർട്ടിയാണ്. ജനാധിപത്യപരമായ ആളുകളെ വിമർശിക്കാൻ, സോണിയാഗാന്ധിയെ വിമർശിക്കാൻ, രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ, എല്ലാവരും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആഷിം അരിയൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ തെറ്റാണ്. ഒന്ന് നോക്കൂ, ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ED ഒരു പെർഫെക്റ്റ് ഏജൻസിയാണെന്നും ED എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും അല്ല നമ്മളിവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ED മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണം. അതാണ് ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടൈം ലൈൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഇത് കൊണ്ടുവരുന്നത് ആരാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ഇവിടെ നമ്മുടെ ഹരിദാസ് മാസ്റ്റർ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുതാര്യവും ട്രാൻസ്പെറൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസികളിലൊന്നാണ്. ഇതുവരെയും അത് കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് അവരെന്തെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ കേസ് പറയാം. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരുപാട് കോടി രൂപ ഇലക്ഷൻ്റെ സമയത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് അതിനകത്തുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള താമസം വൈകിയതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പിന്നീട് ആ കാര്യങ്ങളിലുള്ളൊരു ക്ലാരിറ്റി ഞങ്ങൾ വരുത്തിയിട്ടു. അപ്പോൾ ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഏജൻസി, ഈ 2 ഏജൻസികളും ED കൂടാതെ അന്വേഷിച്ചിട്ടുണ്ട്. അവർ ഈ 3 ഏജൻസികളും ഒരേ കാര്യത്തിലേക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഇനി ഏത് ഏജൻസി അന്വേഷിച്ചാലും പിണറായി വിജയൻ തെറ്റുകാരനല്ല, പിണറായി വിജയൻ നീതിമാനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ താങ്കൾ കൃത്യമായിട്ട് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇവർ സമീപിക്കാത്ത കോടതികളൊന്നുമില്ല. സുപ്രീം കോടതിയിലും അവരെത്തിയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ താഴത്തെ കോടതികളിലൂടെ പോകാൻ അവിടെ കേസ് സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ബാക്കി കോടതികളിലൊക്കെ തന്നെ അവർ പോയത്. കേരള ഹൈക്കോടതി പോയി, കർണാടക ഹൈക്കോടതി പോയി, ഡൽഹി ഹൈക്കോടതി പോയി. ഈ 3 കോടതികളിൽ നിന്നും ആദ്യഘട്ടത്തിൽ അവർക്ക് താൽക്കാലികമായ ചില ആശ്വാസങ്ങൾ കിട്ടിയെങ്കിൽ തന്നെയും പിന്നീട് ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി അടക്കം കൊടുക്കുമ്പോൾ, പ്രത്യേക സ്പെഷ്യൽ കോടതി അടക്കം കൊടുക്കുമ്പോൾ നമ്മളിതിനകത്ത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കർത്തയുടെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 2.78 കോടി രൂപ ശ്രീ പിണറായി വിജയന് കൊടുക്കേണ്ട പണമാണ്. അത് നേരിട്ട് കൊടുക്കാനുള്ള പ്രയാസം കൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അല്ല, ഡോക്ടർ ജി വി ഹരി, ഒറ്റ കാര്യം കൂടി അങ്ങ് ഈ മറുപടി പറഞ്ഞല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചുരുക്കപ്പേരുകൾ കൃത്യമായി PV മാത്രമല്ല, RC ഉണ്ട്, അതുപോലെ KK ഉണ്ട്. ഈ RC KK എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട UDFൻ്റെ, കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് PK കുഞ്ഞാലിക്കുട്ടി, ഇവരുടെ പേരുകൾ മാസപ്പടിയുടെ കേസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നീട് അടുത്ത ചർച്ചയിൽ മറ്റൊരു ഘട്ടത്തിൽ അവർക്കെതിരെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ ആഷിം അരിയൽ പറഞ്ഞതുപോലെ പറയരുത്. ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ, ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്താ പ്രയാസമുള്ളത്? കാരണം അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് KPCCയുടെ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആരിൽ നിന്നും പണം സംഭാവനയായി സ്വീകരിക്കുന്നതിന് ഒരു പ്രയാസവും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അതോടൊപ്പം തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം. ഇത് അതുപോലല്ലോ.
ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിൽ CPM തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകളാണ്. ആ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സേവനവുമില്ലാതെ PV ഞാനല്ല എന്ന് പറഞ്ഞ മുടന്ത ന്യായമല്ല RC-യും KK-യും പറഞ്ഞത്. അതെ 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 അത് തന്നെയാണ് അത് അല്ല, രണ്ടുപേർ സമ്മതിച്ചു, ഒരാൾ സമ്മതിച്ചില്ല, അതാണ് വ്യത്യാസം. ഞങ്ങൾ പറയുന്ന അതാണ്, ഞങ്ങൾക്ക് അതിനകത്ത് പേടിയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നേ, ഒരുപാട് പേരിൽ നിന്ന് സംഭാവന. അപ്പം ഞാൻ തന്നെ ഒരുപാട് ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഞങ്ങൾ സംഭാവന സ്വീകരിക്കുവാനും എന്താ തെറ്റുള്ളത്? അതിന് BJP ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് അതുപോലെ അല്ലെന്നേ, അതുപോലത്തെ ഒരു കേസല്ല ഇത്. ഇതിനകത്ത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാടാണ് ഇവിടെ അന്വേഷണ വിധേയമായിരിക്കുന്നത്.